മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. +2 പഠിക്കുന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടിട്ട്. +2 സെന്റ് ഓഫിന്റെ ടൈമില് ടീച്ചർ പറഞ്ഞു സെന്റ് ഓഫിന് സ്കൂളുകളൊന്നും തല്ലി തകർക്കരുത്, വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടെന്ന്. ഞാൻ തിരിച്ചു ചോദിച്ചു, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത? അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയറി നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടി നമ്മളെല്ലാതും കണ്ടതാണ്. പൊതുമുതൽ നശിപ്പിച്ചതാണ്. അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയറി നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടി നമ്മളെല്ലാതും കണ്ടതാണ്. പൊതുമുതൽ നശിപ്പിച്ചതാണ്. 2 പാവയ്ക്ക തൂങ്ങിക്കിടക്കണ്ട. എന്നിട്ട് അദ്ദേഹം വന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങൾ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 425, സെക്ഷൻ 427 പ്ലസ് PDPP ആക്ട് അദ്ദേഹം ചെയ്തത് ഒഫൻസ് ആണ്. എന്നിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടശങ്കടവ് വള്ളംകളി കാണാൻ പോയേക്കായിരുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അങ്ങനത്തെ മന്ത്രി വന്ന് സ്റ്റുഡൻസിനോട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കേടുപാടുകൾ വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു. ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. ഇനി ഒരു അക്ഷരം വാ തുറന്ന് പറഞ്ഞ നീ പറഞ്ഞതൊക്കെ പോലീസുകാർ ചെയ്തു തരും. എന്നോട് പാരന്റിനെ വിളിച്ചിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ കേസിൽ പാരന്റിനെ വിളിക്കാൻ പറ്റൂല പറഞ്ഞു. ഉടനെ പറഞ്ഞു പോലീസിനെ അവർ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിച്ചോ, ഞാൻ മീഡിയനെ വിളിക്കാറ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ കേസ് അങ്ങനെ ഒതുങ്ങി. ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഇവിടെ തിയേറ്ററിൽ വരുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട് ഈ മൈക്കും ഫോണും പിടിച്ചിട്ട്. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്കൂളുകൾക്ക് മുമ്പിൽ പോകണം. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സാമൂഹിക സമ്മർദ്ദങ്ങളെ കുറിച്ച് പഠിക്കണം. വിദ്യാർത്ഥി സമൂഹത്തിന് ഇതിൽ നിന്നൊരു മോചനം വേണം. ആൺകുട്ടി അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.